ഇത് എവിടെ മാഡം? ഹലോ, ഇതെവിടെ പോയി? സാറ് വിളിക്കുന്ന, എണീക്ക് എണീക്ക്. ഹലോ മാഡം. സാറിന് ഇങ്ങനെയൊക്കെ ശപിക്കേണ്ട കാര്യമുണ്ടോ? സാറ് വലിയ വീട്ടിലൊക്കെ താമസിച്ചല്ലേ? ഒരു സുപ്രഭാതത്തിൽ ആ വലിയ വീട്ടിൽ നിന്ന് ചെറിയ വീട്ടിലേക്ക് മാറിപ്പോയി. അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുണ്ടാവും. അതിന്റെ വിഷമ സാറിന്റെ മുഖത്തേ കാണുന്നത്. നിങ്ങൾ ആ ദുഷ്ടന്റെ സൈഡും പറഞ്ഞിരുന്നോ? അയാള് ദ്രോഹിച്ചതേ നമ്മുടെ കുടുംബത്തിനെയാ, അല്ലാതെ അന്യരെയല്ല. അത് മറക്കരുത്. നീ ഇനി കാട് കയറി ചിന്തിക്കാനൊന്നും പോണ്ട. ഞാൻ ആ മനുഷ്യന്റെ മാനസികാവസ്ഥ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിനക്കത് മനസ്സിലാവില്ല. കാരണം നമ്മൾ ചെറിയ വീട്ടിൽ നിന്നാ ഇത്രയും സൗകര്യങ്ങളുള്ള വലിയ വീട്ടിലേക്ക് മാറിയത്. അതുകൊണ്ട് നിനക്കൊരു സങ്കടം ഉണ്ടാവില്ലടേ. അതാ ഞാൻ പറഞ്ഞേ. നിങ്ങൾക്ക് അത്ര സങ്കടമാണെങ്കിലേ അയാളുടെ വീട്ടിൽ പോയി താമസിക്കും. അല്ലാതെ ഇപ്പൊ ഞാനെന്ത് പറയാനാ? സർ, വലിയൊരു കൊടുങ്കാറ്റിലെ എല്ലാം തകർന്നു പോയ ഒരു അവസ്ഥയിലാണ് ഞാൻ. എനിക്കിപ്പോ ഒരു ജോലി അത്യാവശ്യമാണ്. അതല്ലാതെ എന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല. സാറിന്റെ പരിചയവും സൗഹൃദം വെച്ച് എന്നെ എവിടെയെങ്കിലും ഒന്ന് തിരികെ കയറ്റാൻ സാറിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എടോ, നമ്മുടെ പഴയ സൗഹൃദം വെച്ച് താൻ ഒരു ജോലി ചോദിച്ചാൽ കണ്ടെത്താൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ തന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. രാഷ്ട്രീയത്തിൽ തനിക്കേറ്റ തിരിച്ചടി, പൊതുജന മധ്യത്തിൽ തനിക്കുണ്ടായ ചീത്തപ്പേര്, അതൊക്കെ ഈ നാട്ടിൽ പാട്ടാ. താൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ഉയർന്ന ജോലി തനിക്ക് തന്നാൽ അത് എന്റെ കസേരയെ കൂടെ ബാധിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ അതൊട്ടും സാധ്യമല്ല വർമ്മേ. താൻ എന്നോട് ക്ഷമിക്കേ. സർ, എനിക്ക് അധികാരമോ പദവിയോ ഒന്നും വേണ്ട. നാലാൾ അറിയുന്ന കസേരയിലിരിക്കണമെന്ന് വാശിയില്ല. ജീവിക്കാനാ, എന്റെ കുടുംബത്തെ ഒന്ന് കരകയറ്റാൻ ഒരു വരുമാനം, അത്രമാത്രം. മറ്റാര് കൈവിട്ടാലും സാറ് കൈവിടില്ലെന്ന പ്രതീക്ഷയിലാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആരുടെയും മുമ്പിൽ പോയി കൈനീട്ടി ശീലമില്ല. സാർ സഹായിക്കണം. വർമ്മേ, തന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒരു സുഹൃത്തെന്ന നിലയിൽ തന്നെ ഞാൻ സഹായിക്കാം. തനിക്ക് ജോലി തരപ്പെടുത്താൻ എനിക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പണമാണ് തനിക്ക് ആവശ്യമെങ്കിൽ ഞാൻ തന്ന് സഹായിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പണം ഇപ്പൊ എനിക്ക് ആവശ്യമാണ് സാർ. പണത്തിന് വേണ്ടി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ ആരുടെ മുമ്പിൽ കൈനീട്ടി ഭിക്ഷ വാങ്ങാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് വേണം ജീവിക്കാൻ. അത് ഞാൻ പണ്ടേ എടുത്തൊരു തീരുമാനോ. അത് മാറ്റാൻ എനിക്ക് കഴിയില്ല സാർ. താന്റെ ഒരു ആദർശം കൊണ്ട് കുഴിച്ചു മൂടറോ അതൊക്കെ. താൻ ഈ മുടിഞ്ഞ ആദർശം കൊണ്ട് നടന്നില്ലായിരുന്നെങ്കിലേ പണം ഉണ്ടാക്കാൻ എത്ര അവസരം ഉണ്ടായിരുന്നു. താൻ ആ അവസരങ്ങൾ വേണ്ട വിധം ഉപയോഗിച്ചിരുന്നെങ്കിൽ തന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞേനെ. അപ്പൊ മുടിഞ്ഞൊരു ആദർശം. തനിക്ക് ശേഷമാണ് ഞാൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയത്. എന്റെ ആസ്തി ഇപ്പൊ എത്രയെന്നറിയോ? കോടികളാ, കോടികൾ. എടോ ബുദ്ധി വേണോടോ, ബുദ്ധി. ഇടോ വർമ്മേ, നിൽക്കാനല്ലേ പറഞ്ഞേ? എനിക്കെന്റെ അച്ഛനെ മതി. രാജുവിനെ എനിക്ക് വേണ്ട.
ഹലോ. ആ അതെ അതെ അതെ, ഞാൻ പറഞ്ഞന്ന് തന്നെ മെയിൽ അയച്ചിരുന്നല്ലോ. അതെ, അന്ന് തന്നെ ആ ഫയലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ. ബാ ഓക്കെ, അവിടെ നിന്നോണേ. ആ സാർ ആ യെസ് യെസ്, ഒരു മിനിറ്റ്, ഫോണിലാണല്ലോ. സെയിം ഡേറ്റ്. ആ മെയിലിന് തന്നെയാണ് റിപ്ലൈ വന്നത്. സാർ വെയിറ്റ്. ആ അതെ അതെ. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് സെറ്റിൽ ചെയ്യണം. സാർ. ആ ഓക്കെ ദെൻ. ഓക്കെ സാറേ, ദേ ഈ എഗ്രിമെന്റ് സാറൊന്ന് സൈൻ ചെയ്തിരുന്നെങ്കിലേ ആ പ്രൊസീജിയർ അങ്ങ് തീരുമായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ടേക്ക് യു സീറ്റ്. ഓ, ഇരുന്നു ഇരുന്നു. സാർ. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. എവിടെ ആര്? ആളെവിടെ? അയ്യോ, ഇതിപ്പോ ഇവിടെ ഉണ്ടായിരുന്നില്ല. മാഡം മാഡം മാഡം, ഇത് എവിടെ? മാഡം ഹലോ, ഇതെവിടെ പോയി? സാറ് വിളിക്കുന്ന എണീക്ക് എണീക്ക്. ഹലോ മാഡം.